ചാവേർ എന്ന സിനിമയ്ക്ക് ശേഷം ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് കൊല്ലം കോട്ട കമ്പനി. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആവേശം സിനിമയിൽ അമ്പാൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള സജിൻ ഗോപുവാണ് മെയിൻ ക്യാരക്ടർ വരാൻ പോകുന്നത്. 4 പേരുടെ കഥയാണ് സിനിമ പറയുന്നത്. ഇത് സെയിം ടിനു പാപ്പച്ചൻ ടെംപ്ലേറ്റ് തന്നെ ആയിരിക്കും സിനിമയിൽ വരാൻ പോകുന്നത് എന്ന് നാട്ടുകാരെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചാവേർ സിനിമയ്ക്ക് ശേഷം പിന്നെ പുള്ളിക്കാരൻ അധികം എനക്കൊന്നുമില്ല. പുള്ളി പഴയതുപോലെ കംബാക്ക് അടിച്ചാൽ മതിയായിരുന്നു. ഇനി അടുത്തൊരു ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്ന സിനിമയായിരിക്കും മസ്തിഷ്ക മരണം. സിനിമയുടെ ടീസറൊക്കെ ഇറക്കിയിട്ട് നല്ല കീട്ടുള്ള റെസ്പോൺസ് തന്നെയായിരുന്നു. ബെസ്റ്റ് ഒരു ഗ്രാഫിക്സ് ഉള്ള സിനിമ തന്നെയായിരിക്കും മസ്തിഷ്ക മരണം. മലയാള സിനിമ ഇതൊരു കാണുന്ന ടൈപ്പുള്ള ഒരു മേക്കിംഗ് തന്നെയാണ്. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെയായിരിക്കും സിനിമയ്ക്ക് കിട്ടുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി മാസം 27-ാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്തും. അക്ഷയ് കുമാർ നായകനായി എത്തുന്ന പുതിയ സിനിമയാണ് ഭൂത് ബംഗ്ലാവ്. സിനിമ സംവിധാനം ചെയ്യുന്നത് മലയാളി ഡയറക്ടറായ പ്രിയദർശനാണ്. ചെറിയ ഗ്യാപ്പിന് ശേഷം പുള്ളിക്കാരൻ വീണ്ടും ഹിന്ദിയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇപ്പോൾ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 2-ാം തീയതി ആയിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. മലയാളത്തിൽ ഡബ്ബിംഗ് ഒക്കെ ഇറക്കിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇതൊക്കെ ഒറിജിനൽ കണ്ടാൽ മാത്രമേ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ.